ഇന്ത്യ US വ്യാപാര സംഘർഷം ദിനംപ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ തീരുവകൾക്ക് മുൻപിൽ അടിയറവ് പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവില്ല. റഷ്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയെ ആക്രമിക്കുകയാണ് US. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ പുടിനുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് മോദി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ട്രംപിന് തന്നെയാണ്. ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. തീരുവകളും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ചർച്ചകൾ തുടരില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇല്ല, അത് പരിഹരിക്കുന്നതുവരെ വേണ്ട എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യൻ ഇറക്കുമതിക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന. 25% ഉടനടി നടപ്പിലാക്കുകയും ഓഗസ്റ്റ് 27 മുതൽ 25% കൂടി ആരംഭിക്കുകയും ചെയ്യും. റഷ്യയുടെ എണ്ണയുടെ തുടർച്ചയായ വാങ്ങലിനും പുനർവിൽപ്പനയ്ക്കും ഇന്ത്യ നൽകുന്ന ശിക്ഷ എന്നാണ് വൈറ്റ് ഹൌസ് രണ്ടാം ഘട്ട തീരുവകളെ ന്യായീകരിച്ചത്. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകാൻ സഹായിക്കുന്നുവെന്ന് അവർ പറയുന്നു. പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെ നേരിട്ട് വിമർശിച്ചു. ആഗോള വിപണിയിൽ ഇന്ത്യ ഡിസ്കൗണ്ട് വിലയ്ക്ക് റഷ്യൻ എണ്ണ പുനർവിൽപ്പന നടത്തുന്നത് ഉക്രൈനിലെ അവരുടെ ആക്രമണത്തിന് ധനസഹായം നൽകാൻ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രാപ്തമാക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ പ്രതിരോധ ബന്ധങ്ങൾ ഇപ്പോൾ സ്വീകാര്യമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. അതിനാൽ ഇന്ത്യ 25% തീരുവ അടയ്ക്കേണ്ടി വരും. കൂടാതെ മുകളിൽ പറഞ്ഞതിന് പിഴയും. ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങുകയും റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ്ജം വാങ്ങുന്നവരിൽ ഒരാളായി മാറുകയും ചൈനയുമായി കൂട്ടുകൂടുകയും ചെയ്യുന്നുവെന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്തു. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ആഗോള ശ്രമങ്ങൾക്കെതിരാണ് ഈ നടപടികളെന്ന് US പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതികരണം പുറപ്പെടുവിച്ചു. താരിഫുകളെ ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിളിക്കുകയും ചില മേഖലകളിൽ റഷ്യയുമായി വ്യാപാരം തുടർന്ന് USഉം യൂറോപ്യൻ യൂണിയനും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നിലപാടുകളെ വിമർശിക്കുകയും ചെയ്തു. മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് US ഇന്ത്യയിൽ അധിക തീരുവ ചുമത്തുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞു. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാലും ഇന്ത്യ പിന്നോട്ട് പോകില്ലെന്ന് തീരുവ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഉറച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താൽപര്യങ്ങൾ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും മോദി വ്യക്തമാക്കി. നമ്മൾ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഞാനതിന് തയ്യാറാണ്. ഇന്ത്യ അതിന് തയ്യാറാണ്. ന്യൂഡൽഹിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.